साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः। ഓം ശ്രീ സായിരാം. സായിരാം ഗീത തുടങ്ങിക്കോളൂ. വീഡിയോ ഓൺ ചെയ്യണം, സെൻട്രലൈസ് ചെയ്തിരിക്കണം. തുടങ്ങട്ടെ? തുടങ്ങിക്കോളൂ സായിരാം. സായിരാം. എൻ്റെ എല്ലാമായ സായി മാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ സായിരാം. 2022 ഒക്ടോബർ മാസത്തിലെ സനാതന സാരഥിയിൽ ഭഗവാൻ വിദ്യാർത്ഥികളോട് ചെയ്ത പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം. എന്തിന് ഈശ്വരനെ തേടുന്നു? എന്തിന് ഈശ്വരനെ തേടുന്നു? സ്വന്തം ഹൃദയത്തിൽ ഈശ്വരൻ സന്നിധാനം ചെയ്യുമ്പോൾ അവിടെയും ഇവിടെയുമൊക്കെ നിങ്ങൾ എന്തിന് ഈശ്വരനെ തേടുന്നു? സേവനം നൽകുക, പ്രേമം സ്വീകരിക്കുക. ഈശ്വരതത്വം നിങ്ങൾക്കറിയാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ഏത് പ്രവൃത്തിയും ഈശ്വരാരാധന. വിദ്യാർത്ഥികളെ, വിദ്യ ദദാതി വിനയം. വിദ്യ വിനയം നൽകുന്നു. വിനയം എന്നത് വിദ്യയുടെ മുഖമുദ്രയും അതിൻ്റെ ലക്ഷ്യവുമാണ്. വിനയം എന്നാൽ ശിരസ് നമിക്കുകയും കരങ്ങൾ കൂപ്പി നിൽക്കുകയും മാത്രമല്ല, വിനയം എന്നാൽ ഞാനെന്ന ഭാവമില്ലാതെ, അഹന്തയില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ്. ദൈനംദിന ജീവിതത്തിൽ അഹങ്കാരവും മമതയും ഇല്ലാതെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വിദ്യാസമ്പന്നൻ. ഏറെ ബിരുദങ്ങൾ ഉള്ളതുകൊണ്ട് അഹന്ത വേണ്ട. നിങ്ങളുടെ ബുദ്ധിയെ ചൊല്ലി അഭിമാനിക്കരുത്. ആഗ്രഹവും വിദ്വേഷവും. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിച്ചു, ആധ്യാത്മവിദ്യ വിദ്യാന. അധ്യാത്മവിദ്യയാണ് യഥാർത്ഥ വിദ്യ. എല്ലാ ജ്ഞാനങ്ങളിലും ഞാൻ അധ്യാത്മജ്ഞാനമാണ് ഭഗവാൻ പ്രസ്താവിച്ചു. എങ്ങനെയാണ് ആത്മീയത വളരുന്നത്? നിങ്ങളൊരു തകരപാത്രം എടുത്ത് അതിലൊരു വിത്തിട്ട് വെള്ളമൊഴിച്ചാൽ വിത്ത് മുളച്ച് ചെടിയാകില്ല. വിത്ത് മുളയ്ക്കുന്നതിന് അത് മണ്ണിൽ നടണം. അതേപോലെ നിങ്ങൾ ആത്മീയതയുടെ വിത്ത് പ്രേമമാകുന്ന മണ്ണിൽ നട്ടാൽ അത് വലിയ മരമായി വളർന്ന് പരമാനന്ദമാകുന്ന ഫലത്തെ തരും. ആത്മീയതയുടെ വിത്ത് സ്നേഹശൂന്യമായ ഹൃദയത്തിൽ മുളയ്ക്കുകയില്ല. ഏത് ജോലി വേണമെങ്കിലും അഭ്യാസം കൊണ്ട് വശമാക്കാം, നന്നായി നിർവഹിക്കുകയും ചെയ്യാം. ജീവിതത്തിലെ സകല കാര്യങ്ങളും, ഉദാഹരണമായി നടക്കുക, സംസാരിക്കുക, ഭക്ഷണം കഴിക്കുക, വായിക്കുക, എഴുതുക, എല്ലാറ്റിനും അഭ്യാസം ആവശ്യമാണ്. ഈ ലോകം നാടകം അവതരിപ്പിക്കുന്ന സ്റ്റേജ് പോലെയാണ്. എല്ലാവരും അഭിനേതാക്കളാണ്. ഈശ്വരനാണ് സംവിധായകൻ. ജീവിത നാടകത്തിൽ സകല കാര്യങ്ങളിലും നിങ്ങൾക്ക് അഭ്യാസം ആവശ്യമാണ്. വിദ്യാർത്ഥികളെ, ഈ ലോകത്തിൽ ആധ്യാത്മികതയേക്കാൾ കൂടുതൽ എളുപ്പമുള്ള മറ്റൊരു മാർഗവുമില്ല. റോസാപ്പൂവിന്റെ ദളം ഞെരടുന്നതിന് സ്വല്പം പരിശ്രമം വേണ്ടി വന്നേക്കാം. അതിനേക്കാൾ എളുപ്പമാണ് ആധ്യാത്മികത. കാരണം അത് നിങ്ങളുടെ അന്തർഭാഗത്ത് തന്നെ. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. വാസ്തവത്തിൽ ഈശ്വരൻ നിങ്ങളിൽ നിന്ന് വിഭിന്നനല്ല. അതുകൊണ്ട് ഈശ്വരനെ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ബാഹ്യലോകത്ത് എവിടെയെങ്കിലും നിങ്ങളെ തന്നെ അന്വേഷിക്കാറുണ്ടോ? ഒരാളും സ്വയം തന്നെ തന്നെ അന്വേഷിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ അന്വേഷിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മരമണ്ടനായി കണക്കാക്കും. നിങ്ങൾ തന്നെ സ്വയം ഈശ്വരനാണ്. വൈസ് ചാൻസലർ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള വ്യാഖ്യാനം ഉദ്ധരിച്ചു. ഞാൻ ഒരു വ്യത്യസ്തമായ രീതിയിൽ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു.
ഈശ്വര സായുജ്യത്തിലേക്ക് 3 പടികളുണ്ട്. അഹം ദേഹാത്മാ, ഞാൻ ദേഹമാണ്. അഹം ജീവാത്മാ, ഞാൻ ജീവാത്മാവാണ്. അഹം പരമാത്മാ, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവാണ്. ഞാൻ ദേഹമാണ് എന്ന് പറയുന്നത് അജ്ഞാനത്തിന്റെ ലക്ഷണം. ഇതാണ് ദ്വൈതം. ഞാൻ ജീവാത്മാവാണ് എന്ന് പറയുന്നത് വിശിഷ്ടാദ്വൈതം. ഞാൻ പരമാത്മാവാണ് എന്ന് പറയുന്നത് അദ്വൈതം. നിങ്ങൾ ഒന്നല്ല, 3 പേരാണ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നയാൾ, നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നയാൾ, നിങ്ങൾ വാസ്തവത്തിൽ എന്താണോ ആ ആൾ. ദേഹാത്മാ, ജീവാത്മാ, പരമാത്മാ എന്നീ വാക്കുകളിൽ ആത്മാവ് എല്ലാ വാക്കുകളിലും ഉണ്ട്. ദിവ്യത്വം മനസ്സിലാകാൻ ഈ 3 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണം. ഗായത്രി മന്ത്രത്തിലെ ഭൂർഭുവസ്വഹ എന്നീ പദങ്ങളും ഇതേ ആശയം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഭൂർ എന്നാൽ ഭൂലോകം. എന്താണ് ഭൂലോകം? അത് ലൗകിക കാര്യങ്ങളെ കുറിച്ചാണ്. അതിനെ സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം. അതാണ് മനുഷ്യ ശരീരം പ്രതിനിധാനം ചെയ്യുന്നത്. ഭുവ ജീവതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ശരീരത്തെ ചലിപ്പിക്കുന്നത് ജീവതത്വമാണ്. അതുകൊണ്ട് അതിനെ സ്പന്ദനം എന്ന് വിശദീകരിക്കാം. അന്തർഭാഗത്തുള്ള സ്പന്ദനം മൂലമാണ് ശരീരത്തിന് ചലിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദേഹം സാക്ഷാത്കാരവും ജീവതത്വം സ്പന്ദനവും ആത്മാവ് പ്രസരണവും ആകുന്നു. ഈ 3 നിങ്ങളിൽ സജീവ സാന്നിധ്യമായി ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഈശ്വര ചൈതന്യത്തെ അന്വേഷിക്കേണ്ടത്? എന്തിനത് അന്വേഷിക്കണം? ഈ സത്യം മനസ്സിലാകുമ്പോൾ നിങ്ങളാണ് സർവവും എന്ന് തിരിച്ചറിയും. കബീർ ദരിദ്രനായ നെയ്ത്തുകാരനായിരുന്നു. തുണി നെയ്ത് സമ്പാദിക്കുന്ന പണം അദ്ദേഹം ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ചു. അദ്ദേഹം ഒരിക്കലും ലാഭം ഉണ്ടാക്കാൻ പണിയെടുത്തില്ല. ലാഭേച്ഛയൊന്നുമില്ലാതെ നെയ്യുന്ന തുണി തുച്ഛമായ വിലയ്ക്ക് കബീർ വിറ്റിരുന്നു. ഏതെങ്കിലും ദരിദ്രൻ തുണി വാങ്ങാൻ വന്നാൽ അദ്ദേഹം തുണി ദാനമായി കൊടുക്കും. എന്നിട്ട് ആ ദിവസം പട്ടിണി കിടക്കും. നെയ്ത്ത് ജോലി നിർവഹിക്കുമ്പോൾ അദ്ദേഹം സ്ഥിരമായി രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം നെയ്തെടുക്കുന്ന തുണിക്ക് വളരെയധികം മൂല്യം ഉണ്ടായത്. ഗ്രീസിൽ നിന്ന് ചില ഭക്തർ ഇന്ന് വന്നിട്ടുണ്ട്. അവർ ഗ്രീസിൽ നിന്ന് ബാംഗ്ലൂർ വരെ വിമാനമാർഗം വന്നു. ബാംഗ്ലൂരിൽ നിന്ന് പുട്ടപ്പർത്തി വരെ അവർ തങ്ങളുടെ ലഗേജും ചുമലിൽ താങ്ങി ഓരോ കാൽവെപ്പിലും ഓം ശ്രീ സത്യസായി ബാബായ നമഃ എന്ന മന്ത്രവും ജപിച്ചു നടന്നു വരികയായിരുന്നു. ഞാൻ അവരെ മന്ദിരത്തിൽ സ്വീകരിച്ചു. ഞാൻ അന്വേഷിച്ചു, കാലുകൾക്ക് വേദനയുണ്ടോ എന്ന്. അവർ പറഞ്ഞു, ഇല്ല സ്വാമി, ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇത് ഞങ്ങൾക്കൊരു വലിയ അവസരമായിരുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും 10 മൈൽ നടക്കാം. കാറിൽ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നേരം അവിടുത്തെ നാമം ജപിക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടുകയില്ലായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ പൗരാണികർ പറഞ്ഞത് കഷ്ടേ ഫലി, കഠിന പ്രയത്നം നല്ല പ്രതിഫലം തരുന്നു. നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രയത്നഫലം ആസ്വദിക്കാൻ കഴിയൂ. കബീർ കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ രാമനാമം ജപിക്കുക പതിവായിരുന്നു. അങ്ങനെയാണ് കബീറിന് ശ്രീരാമദേവനോടുള്ള ഭക്തി നാട് മുഴുവൻ അറിയാൻ ഇടവന്നത്. രാജാവ് കബീറിന്റെ ശ്രീരാമ ഭക്തിയെക്കുറിച്ച് അറിയാനിടയായി. കബീർ വളരെ ദരിദ്രനാണെന്നും ജീവിക്കാൻ മാർഗമില്ലാത്തവനാണെന്നും രാജാവ് അറിഞ്ഞു. കബീർ അനാഥനാണെന്ന് കരുതി അദ്ദേഹം പണം, വസ്ത്രം, ഭക്ഷണ സാധനങ്ങൾ എന്നിവയൊക്കെ പല്ലക്കിൽ കൊടുത്തയച്ചു. 4 പേർ ഒരു പല്ലക്ക് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കബീർ കണ്ടു. അദ്ദേഹത്തിന് ആശ്ചര്യമായി. കബീർ പല്ലക്ക് ചുമക്കുന്നവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് 4 പേർ ചുമക്കുന്ന പല്ലക്ക് ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങൾക്കാർക്കും അസുഖമില്ലല്ലോ. 4 പേർ ചുമന്നുകൊണ്ട് വരുന്നത് എന്താണ്? അത് മൃതശരീരം. കബീർ രാജാവിനെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചത് കബീർ ആരോഗ്യവാനാണ്, അതിനാൽ 4 പേർ ചുമക്കുന്ന പല്ലക്കിന്റെ ആവശ്യമില്ല എന്നാണ്. പല്ലക്ക് ചുമക്കുന്നവർ പറഞ്ഞു, രാജാവ് ഈ സാധനങ്ങളെല്ലാം അങ്ങേക്ക് തരണമെന്ന് ഞങ്ങളോട് ആജ്ഞാപിച്ചു. അങ്ങ് അനാഥനാകിയാലാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. കബീർ പറഞ്ഞു, ഓ രാജാവ് അങ്ങനെ പറഞ്ഞോ? ഞാൻ അനാഥനാകിയാൽ ഈ സാധനങ്ങളൊക്കെ എനിക്ക് തരണമെന്ന്? പക്ഷെ ഞാൻ അനാഥനല്ല, എനിക്ക് ശ്രീരാമപ്രഭു നാഥനായിട്ടുണ്ട്. വാസ്തവത്തിൽ രാമനാണ് അനാഥൻ. എന്തെന്നാൽ അദ്ദേഹത്തിന് തന്റെ മുകളിൽ ഒരു യജമാനനില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം രാമദേവന് സമർപ്പിക്കൂ. നോക്കൂ, എത്ര ഗഹനമായ അർത്ഥമാണ് കബീറിന്റെ പ്രസ്താവനയ്ക്കുള്ളത് എന്ന്. ഈ ലോകത്തിൽ ഒരാളും അനാഥനല്ല. എന്തെന്നാൽ എല്ലാവർക്കും ഈശ്വരൻ നാഥനായിട്ടുണ്ട്. ഏതെങ്കിലും അനാഥൻ ഉണ്ടെങ്കിൽ അത് ഈശ്വരനാണ്. എന്തെന്നാൽ ഈശ്വരന് ഒരു യജമാനനില്ല. യഥാർത്ഥത്തിൽ ഈശ്വരൻ യജമാനനുമല്ല, രാജാവുമല്ല. അവിടുന്ന് രാജാവിനെ സൃഷ്ടിക്കുന്നയാളാണ്. ഭക്തർ എന്നോട് പ്രാർത്ഥിക്കുന്നു, സ്വാമി ദയവായി എന്നെ അനാഥനാക്കരുതേ. ഞാൻ അവരോട് പറയും,
പ്രിയപ്പെട്ടവനെ, നിങ്ങൾ അനാഥനല്ല, യഥാർത്ഥത്തിൽ ഞാനാണ് അനാഥൻ. ഈശ്വരന്റെ സഹജ സ്വഭാവവും ഈശ്വരന്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ കഴിയാതെ ഭക്തർ ഈശ്വരനെ തെറ്റിദ്ധരിക്കുന്നു, തെറ്റായ ആശയങ്ങൾ സൃഷ്ടിക്കുന്നു. ഈശ്വരനിൽ സമ്പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾക്ക് ഒന്നിന്റെയും കുറവ് വരികയില്ല. നിങ്ങളിൽ ഈശ്വര തത്വത്തിന്റെ വിളക്ക് കൊളുത്തുന്നതിന് അഹംഭാവം, മമത, വിദ്വേഷം എന്നിവയെ ആട്ടിയകറ്റുക, പ്രേമം വികസിപ്പിക്കുക. ഈ കാര്യത്തിൽ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാതൃക. എങ്ങനെ? ദർശന സമയത്ത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നു. ഞാൻ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങളുടെ അടുത്ത് വന്ന് കുനിഞ്ഞു കൈനീട്ടി നിങ്ങളുടെ എഴുത്തുകൾ വാങ്ങുന്നു. അതിന് പകരം അഹംഭാവത്തോടെ എനിക്ക് ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇരുന്നു കൊണ്ട് നിങ്ങളോട് എൻ്റെ അടുത്തേക്ക് ഓരോരുത്തരായി വന്ന് എഴുത്തുകൾ തരാൻ പറയാം. നിങ്ങൾ തീർച്ചയായും അപ്രകാരം ചെയ്യും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്തെന്നാൽ എനിക്ക് അഹംഭാവം ലേശം പോലും ഇല്ല. ഞാൻ നിങ്ങളുടെ സമീപം വന്ന് നിങ്ങൾക്ക് സേവനം ചെയ്യുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരുടെ അടുക്കൽ ചെന്ന് അഹംഭാവമില്ലാതെ അവർക്ക് സേവനം ചെയ്യണം. ഇതാണ് ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ആദർശം, മാതൃക. നിങ്ങളെല്ലാവരും വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രശാന്തി നിലയത്തിൽ വന്നവരാണ്. ഞാൻ അഹംഭാവമില്ലാതെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മാതൃക കാണിക്കാനാണ്. ഇന്ന ഇന്ന ആളുകൾ എൻ്റെ സ്വന്തക്കാരാണ്, മറ്റുള്ളവർ അല്ല എന്ന രീതിയിൽ ഒരു വ്യത്യാസവും ഞാൻ കാണിക്കാറില്ല. നിങ്ങളെല്ലാവരും എൻ്റേതാണ്, ഞാൻ നിങ്ങളുടെയും. ഓരോ ഭക്തനും ഓരോ വിദ്യാർത്ഥിയും ഈ സത്യം തിരിച്ചറിയണം. മമാത്മാ സർവഭൂതാന്തരാത്മാ. ഞാൻ ആത്മാവായി എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. ഒരേ ആത്മതത്വമാണ് എല്ലാവരിലും ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ല? നിങ്ങൾ വിചാരിക്കുന്നു ചിലർ എൻ്റെ ഉറ്റവരാണ്, മറ്റുള്ളവർ അല്ല. ഇതിന്റെ കാരണം ഈശ്വരനല്ല. നിങ്ങൾ ലോകത്തിലെ പ്രവണതകൾക്കും മമതകൾക്കും അധീനനായതുകൊണ്ട് ഈശ്വരനിൽ നിന്നും അതിദൂരെയാകുന്നു. കൂടാതെ ഇന്നത്തെ യുവാക്കൾ എപ്പോഴും ഒരുതരം ആവേശത്തിലാണ്. അവർക്ക് എല്ലാത്തരം അശ്ലീല പദങ്ങളോടും പാട്ടുകളോടും ഡാൻസുകളോടും അതിരുവിട്ട ഭ്രമമാണ്. അവർക്ക് ഭജനകളിലൊന്നും താല്പര്യവുമില്ല. ഈശ്വരനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിലോ പ്രഭാഷണങ്ങളിലോ താല്പര്യമില്ല. അവരിൽ ചിലർ ഇവിടെ വരുന്നു, സ്വാമിയുടെ വാക്കുകൾ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി വെളിയിൽ വിടുന്നു. കേൾക്കുന്നതും വായിക്കുന്നതും സ്വന്തമാക്കൂ. ഒരിക്കൽ ഒരു ശില്പി ഭോജരാജാവിന്റെ സഭയിൽ 3 പാവകളെ കൊണ്ടുവന്നു. അവ മനോഹരങ്ങളും കണ്ടാൽ ഒരേപോലെയുമായിരുന്നു. ചക്രവർത്തി പ്രധാനമന്ത്രിയോട് ഏതാണ് ഏറ്റവും നല്ല പാവ എന്ന് തിരക്കി. പ്രധാനമന്ത്രി നൂൽക്കമ്പി കൊണ്ടുവന്ന് പാവകളിൽ ഒന്നിന്റെ ചെവിയിൽ ഇട്ടു. ആ നൂൽക്കമ്പി പാവയുടെ മറ്റേ ചെവിയിൽ കൂടി പുറത്തു വന്നു. അദ്ദേഹം അഭിപ്രായപ്പെട്ടു, ഇതാണ് ഏറ്റവും മോശം പാവ. രണ്ടാമത്തെ പാവയുടെ ചെവിയിൽ കമ്പി ഇട്ടപ്പോൾ അത് പാവയുടെ വായിൽ കൂടി പുറത്തു വന്നു. പ്രധാനമന്ത്രി പറഞ്ഞു, ഈ പാവയ്ക്ക് 2ാം സമ്മാനം കൊടുക്കാം. മൂന്നാമത്തെ പാവയുടെ ചെവിയിൽ നൂൽക്കമ്പി ഇട്ടപ്പോൾ അത് അകത്തോട്ട് പോയതല്ലാതെ പുറത്തോട്ട് വന്നില്ല. പ്രധാനമന്ത്രി പറഞ്ഞു, ഈ പാവ 1ാം സമ്മാനം അർഹിക്കുന്നു. കേൾക്കുന്നത് സംശീകരിക്കുന്ന വ്യക്തിയാണ് മെച്ചപ്പെട്ട വ്യക്തി. ആധുനിക യുഗത്തിൽ പലരും പവിത്രങ്ങളായ ഉപദേശങ്ങൾ ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് ഉടൻ തന്നെ മറ്റേ ചെവിയിൽ കൂടി വെളിയിൽ കളയുന്നു. വേറെ ചിലർ തത്ത പറയുന്നത് പോലെ അവർ വായിക്കുന്നതും സ്വാമിയിൽ നിന്നും കേൾക്കുന്നതുമൊക്കെ ആവർത്തിച്ച് പറയുന്നു. വളരെ കുറച്ചു പേർ മാത്രമേ കേൾക്കുന്നത് സ്വാംശീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നുള്ളൂ. എന്താണ് കാരണം? എവിടെയാണ് വ്യത്യാസം? വ്യത്യാസം വ്യക്തികളുടെ ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലുമാണ്. എവിടെ നിന്നാണ് ഈ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വരുന്നത്? നിങ്ങൾ ഇടപഴകുന്ന ആളുകളിൽ നിന്ന്, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നാണ് അവ വരുന്നത്. ആളുകൾ സ്വന്തം ക്ഷേമവും സ്വന്തം കുടുംബത്തിന്റെ ക്ഷേമവും മാത്രമാണ് അഭിലഷിക്കുന്നത്. എത്ര മടയത്തരം! ഓ മഠയ, നിങ്ങൾ സ്വന്തം ക്ഷേമത്തിനും കുടുംബത്തിന്റെ ക്ഷേമത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്? നിങ്ങൾ കുടുംബത്തെ ആശ്രയിക്കുന്നു, കുടുംബം സമൂഹത്തെ ആശ്രയിക്കുന്നു. സമൂഹം സുരക്ഷിതവും അപകടരഹിതവുമാകുമ്പോൾ നിങ്ങളുടെ കുടുംബം സുരക്ഷിതവും അപകടരഹിതവുമാകും. നിങ്ങളുടെ കുടുംബം സുരക്ഷിതമാകുമ്പോൾ അത് നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. അതുകൊണ്ട് പ്രധാനവുമായി സമൂഹത്തിന്റെ സുരക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് വേദ പ്രാർത്ഥന സമസ്ത ലോക സുഖിനോ ഭവന്തു പഠിപ്പിക്കുന്നത്. എല്ലാവരും സന്തുഷ്ടരാകുമ്പോൾ നിങ്ങൾക്കും സന്തോഷം ലഭ്യമാകും. ഈ രീതിയിൽ വേദാന്തം പവിത്രവും മൗലികമായ സത്യങ്ങൾ പ്രസ്താവിക്കുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ഈ മാതിരി പവിത്രങ്ങളായ പാഠങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ള അധ്യാപകരില്ല. അതിന്റെ ഫലമായി ആളുകൾക്ക് പവിത്രവും മൗലികവുമായ സത്യങ്ങളിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. എവിടെയാണോ വിശ്വാസം ഉള്ളത് അവിടെ താല്പര്യവും കാണും. നിങ്ങൾക്ക് ഇന്ന് ആവശ്യം വിശ്വാസമാണ്. പക്ഷെ ഇന്ന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് വിശ്രമം,
അലസതയാണ്. അതായത് ആളുകൾ അലസരായി തീർന്നിരിക്കുന്നു. അത് നല്ല ലക്ഷണമല്ല. ഭഗവാന്റെ തടസ്സമില്ലാത്ത കൃപയ്ക്കായി മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിക്കാൻ എനിക്ക് ശക്തി തരയണമേ. ധർമ്മവും അധർമ്മവും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി എനിക്ക് തരയണമേ. എൻ്റെ എല്ലാ കുറവുകളോടും കൂടി എന്നെ സ്വീകരിച്ച് അവിടുത്തെ സ്വന്തമാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പാരായണം ഞാൻ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം. അനുഭവം കൂടെ പറഞ്ഞോളൂ സായിരാം. സായിരാം. 2006 ഞാനും എൻ്റെ കുടുംബവും എങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചു എന്നുള്ള ഒരു അനുഭവമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. എൻ്റെ വീട് ആലപ്പുഴ, ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഊഹം 1967 തോന്നുന്നു സ്വാമി ആദ്യമായിട്ട് കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് വരുന്നതൊക്കെയെന്ന് തോന്നുന്നു. പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പം ഞാൻ പിന്നീട് അദ്ദേഹം എൻ്റെ നാട്ടിൽ വന്ന് ആലപ്പുഴയിൽ വന്ന് ഞങ്ങൾ സെറ്റിൽ ചെയ്യുകയായിരുന്നു. ഞങ്ങൾക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്തയാള് സായിറാം, രണ്ടാമത്തെ മോൻ സായി കൃഷ്ണ. 2006 ഇളയാള് എയർഫോഴ്സിലായി, മൂത്തവൻ MSWയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പുട്ടപ്പുറത്തിൽ പോകുന്നത് സമിതി വഴി ആയിരുന്നില്ല. ഞങ്ങൾ തിരുവോണ സമയത്താണ് എല്ലായ്പ്പോഴും ഞങ്ങൾ പുട്ടപ്പുറത്തിൽ പോകുന്നത്. അതിന് പതിവ്. ആ വർഷം 2006 ഞങ്ങൾ ഇത് കണക്ക് തിരുവോണത്തിന് ഞങ്ങൾ പുട്ടപ്പുറത്തിലേക്ക് യാത്രയായി. മൂത്ത മകനും ഞാനും ചേട്ടനും ഞങ്ങളോടൊപ്പം ഒരു ഫാമിലി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മക്കളെ പോലെയാണ് അവർ. ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും. അവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ മോനാണ് വണ്ടി ഓടിക്കാൻ എക്സ്പേർട്ടാണ്, അതുകൊണ്ടാണ് അവനും കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും പേർക്കും കൂടി ചെറിയ വണ്ടിയിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാർ വാടകയ്ക്ക് എടുത്താണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അങ്ങനെ പൂരാടത്തിന് വൈകിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഉത്രാടം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ രാവിലെ ഓംകാരം സുപ്രഭാതം എല്ലാം പങ്കെടുത്തു. ഭഗവാന്റെ ദർശനം കിട്ടി, പാദനമസ്കാരം കിട്ടി. അങ്ങനെ അന്നും വൈകുന്നേരവും ഭഗവാന്റെ അവിടുത്തെ പ്രോഗ്രാമിലെല്ലാം പങ്കെടുത്തു. അടുത്ത ദിവസം തിരുവോണത്തിന് രാവിലെ ഇതുപോലെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഭഗവാന്റെ ദർശനം ലഭിച്ചു. അന്ന് മലയാളികളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് പിന്നെ സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നല്ലോ. കുട്ടികളെല്ലാം ഭഗവാനെല്ലാം ആസ്വദിച്ചു. കുട്ടികളെ എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെയൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ഭജനയും ആരതിയും ഭഗവാന്റെ പ്രസാദവും ഒക്കെ വാങ്ങി ഞങ്ങൾ തിരുവോണ സദ്യയും ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഉച്ചയൂണ് കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുകയായിരുന്നു. അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. പോയിരുന്നു വന്നു. ഞങ്ങൾ ആ മോന് അവനെ പിറ്റേ ദിവസം ജോലിക്ക് കയറേണ്ടതായിരുന്നു. അവന് ലീവില്ല, കാരണം ഔട്ടല്ലേ അന്ന് അവർക്ക്. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ അവൻ ജോലി ചെയ്യുന്ന പയ്യനായിരുന്നു. അതുകൊണ്ട് അവന് ജോലിക്ക് കയറണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി വിട്ടു പോന്നു. ഏതാണ്ട് വെളുപ്പിനെ 3 മണിയോടുകൂടി ഞങ്ങൾ അങ്കമാലിയിൽ എത്തി. അങ്കമാലിയിൽ എത്തിയ സമയം ഫ്രണ്ട് സീറ്റിൽ എൻ്റെ ഏട്ടനും പയ്യനും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ സീറ്റിൽ രണ്ടുപേരും. ഞങ്ങളെല്ലാം ബാക്കിൽ നല്ല സുഖമായ ഉറക്കമാണ്. വെളുപ്പിനെയുള്ള ഒരു സമയമാണല്ലോ, 3 മണി സമയമാണ്. ഞങ്ങളെല്ലാം നല്ല ഉറക്കത്തിലാണ്. എന്തോ ചേട്ടൻ അവിടെ നിന്ന് സായിഷ എന്നൊരു വിളിച്ചതും നിലവിളിച്ചതും ഞങ്ങളെല്ലാം ഞെട്ടി ഉണർന്നു. വണ്ടി അവിടുന്ന് പാഞ്ഞു പോയി ഡിവൈഡറിൽ പോയി ഇടിച്ച് വണ്ടി പൊങ്ങുന്നതാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ ആ വണ്ടി പിന്നെ തിരിച്ച് സേഫ് സൈഡിൽ പോയി 4 കാലിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഒരു ചലനവും പോലും ഇല്ല. ഒരു ചലനവും ഇല്ലാതെ ഞങ്ങളെല്ലാവരും വണ്ടി ആരോ പൊങ്ങിയ വണ്ടി ആരോ പൊക്കിയെടുത്ത് സേഫ് സൈഡിൽ കൊണ്ട് നിർത്തുകയായിരുന്നു. കാരണം വണ്ടി അവിടെ സ്റ്റക്കായി പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും അപ്പം തീരുമായിരുന്നു. കാരണം അത്രമാത്രം ട്രാഫിക്കുള്ള റോഡാണ് ആലുവ അങ്കമാലി റോഡ്. അവിടെ ആ സമയത്ത് ഒരൊറ്റ വാഹനം പോലും ആ വഴിക്ക് എങ്ങും വന്നില്ല കുറേ നേരത്തേക്ക്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇറങ്ങി നോക്കിയപ്പം വണ്ടിയുടെ ടയർ പാള പോലെ കുറേ അങ്ങ് കീറിപ്പോയി. ഭഗവാനെ ആ വിളിച്ച വിളി ഭഗവാൻ വന്ന് വണ്ടി പൊക്കിയെടുത്ത് വെച്ചു. അങ്ങനെ ഭഗവാന്റെ കരുണ കടാക്ഷം ആ കരുതല് അന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല.
എന്തായാലും എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചോളം, ചേട്ടനെ സംബന്ധിച്ചോളം പുള്ളി ഒരു ആർഡൻ ഡിവ്യോട്ടിയാണ്. എല്ലാം എപ്പോഴും നാവിൽ അതേ ഉള്ളൂ, അമ്മേ അപ്പ സായിഷ എന്നുള്ള വിളിയല്ലാതെ മറ്റൊന്നും അങ്ങരുടെ നാവിൽ വരില്ല. ഏത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും വ്യാഴാഴ്ചയാകണം. എന്ത് നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു തുണി വാങ്ങിച്ച്, പുതിയ തുണി വാങ്ങിച്ച് ആരെങ്കിലും കൊടുത്താൽ പോലും അത് ഉടുക്കണമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച എത്തണം, എന്നാലേ ചെയ്യുള്ളൂ. അങ്ങനെ ആ നാമം അല്ലാണ്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് സായിറാം സായികൃഷ്ണ എന്നുള്ള പേര് തന്നെ ഇട്ടതും. കാരണം സുഖമില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മക്കൾ രണ്ടുപേരും ഓടിയെത്തി. ഒരാഴ്ച അസുഖമായിട്ട് കിടന്നുള്ളൂ. രണ്ടുപേരും ഇടവും വലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനെ നല്ലപോലെ സന്തോഷിപ്പിച്ചു. അങ്ങനെ 2021 നവംബർ മാസത്തിൽ തന്നെ ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഞാനും എൻ്റെ മക്കളും ജീവിതം അങ്ങനെ മുന്നോട്ട് സായിസിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സായിരാം. വളരെ നല്ല വായനയും നല്ല അനുഭവമാണ് ഗീത പറഞ്ഞത്. വളരെ നല്ലൊരു ടോപ്പിക്കാണ് അല്ലേ ഗീത വായിച്ചത്. നന്നായിട്ട് വായിക്കുകയും ചെയ്തു. സായിരാം. സായിരാം. വീഡിയോ ഷെയർ ചെയ്യട്ടെ. സായിരാം, വീഡിയോ ഷെയർ ചെയ്യട്ടെ. പ്രസന്റേഷൻ അല്ലേ ഇപ്പൊ? ശരി ശരി, ഷെയർ ചെയ്തു. దేహమనగా కేవలము ఒక ఆకారము మాత్రమే కాదు. When you think of physical body, you should not confine it to only అనేక its form. అంగములతో కూడినటువంటి యొక్క సమష్టి స్వరూపము. This is a collection and a conglomeration of different limbs. ఏ అంగమునకు ఆ అంగము లావణ్యమైనటువంటిది. Each limb has its own beauty. అన్ని అంగముల యొక్క సౌందర్యమును కూడాను మనం కాపాడుకోవాల్సిన కర్తవ్యము. It is our duty to protect and take care of the beauty of each limb of the body. అనారోగ్యమునకు గురి అయినటువంటి దేహము, బలహీనతకు గురి అయినటువంటి దేహము ఒక దృఢమైనటువంటి సంకల్పాన్ని చేయలేదు. A body which is subjected to disease and weakness can never contain strong thoughts and sound పవిత్రమైన feelings. దివ్యమైన భవ్యమైన భావములు మానవుని నుండి ఆవిర్భవించవలనన్న శరీరం దృఢమైనటువంటిదిగాను ఆరోగ్యమైనటువంటిదిగాను ఉండాలి. If noble, magnificent and great feelings and thoughts will have to emerge from man, the physical body must be strong and sound. అన్ని మతముల వారు కూడాను దేహం యొక్క పోషణను అంగీకరించినటువంటి వారే. All the religions have agreed upon the fact that body must be taken care of well. ఇది అనిత్యము అశాశ్వతము అయినప్పటికీ It is impermanent, no doubt. సత్యనిత్యమైనటువంటి యొక్క దివ్యత్వము ఇందుకు నివాసంగా ఉండటం చేత ఈ యొక్క దేహమును మనము ప్రత్యేకమైనటువంటి శ్రద్ధను చూపవలసినటువంటిది. It deserves special interest and importance because it has housed God and Atma inside it. സായിരാം. സായിരാം ഗീത. സായിരാം. ഭജന. സായിരാം. സായിരാം. ജയ ജയ സായി നമോ, ജയ ശുഭദായി നമോ, ജയ ജയ സായി നമോ, ജയ ശുഭദായി നമോ, ജയ ഗോവിന്ദ ജയ ഗോപാല, ജയ മഹാദേവ നമോ, ജയ ഗോവിന്ദ ജയ ഗോപാല, ജയ മഹാദേവ നമോ, ജയ ജയ സായി നമോ, ജയ ശുഭദായി നമോ, അഭയപ്രദാത വിശ്വവിദാത, അഭയപ്രദാത വിശ്വവിധാത,
ജഗദോദ്ധാര നമോ, ജഗദോദ്ധാര നമോ, ജയ ഷിർദീശ ജയ പർത്തീശ ജയ പരമേശ നമോ, ജയ ഷിർദീശ ജയ പർത്തീശ ജയ പരമേശ നമോ, ജയ ജയ സായി നമോ, ജയ ശുഭദായി നമോ, ജയ ഗോവിന്ദ ജയ ഗോപാല ജയ മഹാദേവ നമോ, ജയ ജയ സായി നമോ, ജയ ശുഭദായി നമോ, അഭയപ്രദാത വിശ്വവിധാത ജഗദോദ്ധാര നമോ, ജയ ഷിർദീശ ജയ പർത്തീശ ജയ പരമേശ നമോ, ജയ ഷിർദീശ ജയ പർത്തീശ ജയ പരമേശ നമോ, ജയ ജയ സായി നമോ, ജയ ശുഭദായി നമോ. സായിരാം. ഓം ശ്രീ സായിരാം. 65th ബർത്ത്ഡേയുടെ 2 മിനിറ്റ് ഞാൻ എടുക്കുവാണ്. സ്വാമിയുടെ വജ്രസങ്കല്പം, അതാണ് 65th ബർത്ത്ഡേക്ക് എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റിയ ഒരു സംഗതി. അതെല്ലാം 10-13 ലക്ഷം ആൾക്കാരുടെ മുൻപിലാണ് ഭഗവാന്റെ ഈ മഹത്തായ ചമത്കാരങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതായത് ഭഗവാൻ അന്ന് നവംബർ 22 പിന്നെ 1990 പറഞ്ഞു, അടുത്ത വർഷം 1991 നവംബർ 22 ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അന്ന് അതിന് പിന്നെ തറക്കല്ലിട്ടു അന്ന്. അത് കഴിഞ്ഞിട്ട് ജാനുവരി 1990 ഭഗവാൻ തോന്നി നമ്മുടെ പുട്ടപ്പുറത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാന്റെ പ്രിയപ്പെട്ടവനായ ഹനുമാൻജിയുടെ ഒരു പ്രതിമ, ഒരു വലിയ പ്രതിമ, 65 അടി പൊക്കമുള്ള ഒരു വലിയ പ്രതിമ, അതായത് പുട്ടപ്പുറത്തിയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഭക്തർക്ക് ലഭിക്കണം. ആ മാതിരി ഒരു വലിയ പ്രതിമ ഹിൽവ്യൂ സ്റ്റേഡിയത്തിന്റെ മുകളിലുള്ള കുന്നിന്റെ മുകളിൽ സ്ഥാപിക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചിട്ട് സ്വാമി അതിനായിട്ട് എഞ്ചിനീയേഴ്സായ ജയകുമാർ എന്നൊരാളും പിന്നെ തില്ലൈ നായകം എന്നൊരാളും, അങ്ങനെ 2 എഞ്ചിനീയേഴ്സിനോടും പിന്നെ ശില്പിയായിട്ടുള്ള, അതായത് സ്കൾപ്ചർ ആയിട്ടുള്ള സുബ്രഹ്മണ്യം എന്ന ആളോടും അതിനെപ്പറ്റി സംസാരിച്ചു. ജോഗറാവു, ശ്രീ ജോഗറാവു, കേണൽ ജോഗറാവു ആണ് അതിന്റെ ഓവറോൾ ഈ 65ാമത്തെ ബർത്ത്ഡേയുടെ എല്ലാ പരിപാടികളുടെയും പിന്നെ ചുമതല ശ്രീ ജോഗറാവുവിനായിരുന്നു. അദ്ദേഹം യോഗി എന്ന് തന്നെയാണ് ഭഗവാൻ വിളിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അപ്പം അവര് ഫെബ്രുവരിയില് ഭഗവാൻ ആ സൈറ്റ് സന്ദർശിച്ചു, കുന്നിന്റെ മുകളില്. അവിടെ ഒരു സ്ഥലമൊക്കെ തീരുമാനിച്ച് തറക്കല്ലൊക്കെ ഇട്ടു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവര് തുടങ്ങിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് പ്രതിമ സ്ഥാപിക്കാൻ പറ്റുന്നില്ല. കാരണം ഭയം തോന്നുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്രതിമ ഏത് പോസ്ചർ, ഏത് പൊസിഷനിൽ നിന്നാലാണ്, ഭയങ്കര കാറ്റൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, അപ്പൊ അത് താഴെ വീഴാതെയൊക്കെ ഒരു തരത്തിലും അവർക്ക് ആ പോസ്ചർ കിട്ടുന്നില്ല. അപ്പൊ ഒരുപാട് പലതരത്തിലുള്ള പ്ലാൻസ് ഒക്കെ വരച്ചു നോക്കുന്നു ഒക്കെ ചെയ്യുന്നു, ഒന്നും ശരിയാവുന്നില്ല. അവസാനം ഭഗവാനെ തന്നെ ആശ്രയിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ കൈ ചുരുട്ടിയിട്ട് ഒരു 3.5 അടി നീളമുള്ള, ഒരു 3.5 ഇഞ്ച് നീളമുള്ള ഒരു ഹനുമാന്റെ ഒരു സ്വർണ്ണ പ്രതിമ സൃഷ്ടിച്ച് ജോഗറാവിന്റെ കയ്യിലും കൊടുത്തു, സുബ്രഹ്മണ്യത്തിന്റെ കയ്യിലും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നോക്കൂ,
ഇതിനകത്ത് ഇതേ പോസ്റ്റർ, ഇപ്പൊ നമ്മൾ കാണുന്ന ഹനുമാൻ സ്വാമിയുടെ അതേ പോസ്റ്റർ, ആ കാലിന്റെ വെയ്പ്പും ആ കൈയുടെ വെയ്പ്പും ആ കയ്യിലിരിക്കുന്ന കുന്നിന്റെ വലിപ്പം, ഇതെല്ലാം സ്വാമി ആ മീനിയേച്ചറിനകത്ത് കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് നോക്കി ചെയ്തപ്പോഴത്തേക്കും ഭഗവാന്റെ ഇച്ഛ പോലെ തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നു 65th ബർത്ത്ഡേക്ക് ഇത് ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ ഭഗവാന്റെ വജ്രസങ്കല്പം പോലെ തന്നെ 65th ബർത്ത്ഡേക്ക് ആ ഹനുമാൻ സ്വാമിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അതിസുന്ദരമായ ഒരു സമ്മാനമാണ് ഭഗവാൻ ഭക്തർക്ക് വേണ്ടി തന്നത്. എന്നെന്നും നിലനിൽക്കുന്ന ഇറ്റേണൽ ഹെറിറ്റേജ് മ്യൂസിയം, അതിസുന്ദരമായ ഒരു മ്യൂസിയം. അത് നമ്മള് കുന്നിന്റെ മുകളില് പിന്നെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിന്റെ അടുത്തായിട്ടാണ് ആ മന്ദിരം ഉണ്ടാക്കിയത്. വളരെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ഹിന്ദു കൾച്ചർ, നമ്മുടെ സംസ്കാരം, സനാതന ധർമ്മത്തിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ 3 നിലകളിലായിട്ട് വെച്ചിരിക്കുന്ന അതിസുന്ദരമായൊരു അതും അന്ന് തന്നെയാണ് ഭഗവാൻ പിന്നെ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പൊ ഭഗവാന്റെ ബർത്ത്ഡേക്കൊക്കെ ഭഗവാൻ ഭക്തന്മാർക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒന്ന് 65th ബർത്ത്ഡേക്ക് ഭഗവാൻ ഭക്തർക്ക് സമർപ്പിച്ച സമ്മാനമാണ് ഈ ഹനുമാൻ സ്വാമിയുടെ പ്രതിമയും അതുപോലെ തന്നെ ഇറ്റേണൽ മ്യൂസിയവും. ഇതാണ് അന്നുണ്ടായ ഭഗവാന്റെ വജ്രസങ്കല്പം. ആ ഹോസ്പിറ്റല് 1990 സ്വാമി നവംബറില് പിന്നെ തറക്കല്ലിട്ടു. ഞങ്ങള് ജൂലൈയിൽ വരുമ്പോഴും അവിടെ വെറും കുന്നാണ്, ഒരു കല്ലും മണ്ണുമുള്ള കുന്നായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ശരി 6 മാസം പോലും ഇല്ല, ഇവിടെ എങ്ങനെയാണ് ഇത് വരാൻ പോവുക? അങ്ങനെ തന്നെ അവരെല്ലാവരും, അന്ന് കേണൽ ബോസാണ് അതിന്റെ നേതൃത്വം ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, സ്വാമി 6 മാസം കൊണ്ട് എങ്ങനെയാ ഇത്രയും പിന്നെ ബക്കിംഗ്ഹാം പാലസ് പോലെയുള്ള ഒരു ബിൽഡിംഗ്? സ്വാമി പറഞ്ഞു, ഇല്ല, 1991 അവിടെ 4 ഓപ്പറേഷൻസ് തീർച്ചയായിട്ടും ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. അത് വേറൊരു കഥ. അപ്പൊ ഇതാണ് 65th ബർത്ത്ഡേക്ക് എനിക്ക് നേരിട്ട് അനുഭവിക്കാനും സാക്ഷ്യം വഹിക്കാനും വന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഏതോ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഭഗവാൻ അതിനെനിക്കുള്ള അവസരം തന്നു. ജയ സായിരാം. സായിരാം. ഇന്നത്തെ ഈ സായി ഉപമ, ഹനുമാന്റെ പ്രതിമയായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ സായി ഉപമ, ആ, സ്വർണമാണെന്ന് വിചാരിച്ച് മനുഷ്യർ പിത്തള പാത്രങ്ങളിൽ ഭ്രമിക്കുന്നു. പക്ഷേ അത് നന്നായി തേച്ചു മിനുക്കിയാൽ മാത്രമേ സ്വർണം പോലെ തിളങ്ങുകയുള്ളൂ. ഇടയ്ക്കിടെ തേച്ചു മിനുക്കേണ്ടി വരുന്നത് കൊണ്ട് നല്ല പണിയാണത്. അത് മനുഷ്യർക്ക് അത് തേച്ചു മിനുക്കുമ്പോൾ മടുപ്പുണ്ടാക്കുന്നു. നല്ല പുളിയൊക്കെ ഇട്ട് നല്ലപോലെ ആഞ്ഞു പിടിച്ചാൽ മാത്രമേ അത് സ്വർണം പോലെ തിളങ്ങുള്ളൂ. ആ പണി ചെയ്യുമ്പം ആൾക്കാർക്ക് മടുപ്പുണ്ടാകുന്നു. ഇതേപോലെ തന്നെയാണ് ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ പിന്നെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം നിരന്തരമായ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് മടുപ്പുളവാക്കുന്നു. ഉണരുവിൻ, ജീവിതം ഹ്രസ്വമാണ്. നിങ്ങളുടെ സാധനയാകട്ടെ ആമയുടേത് പോലെ പതുക്കെയുള്ള ഒരു ഇഴയലാണ്. സാധനയുടെ വേഗത വർദ്ധിപ്പിക്കുക. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾക്ക് അറുതിയുണ്ടാകും. ജീവിതം നല്ലതുപോലെ സ്വർണം പോലെ വെട്ടിത്തിളങ്ങുവാൻ ഇടയാകും. അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.